ഈ ക്ഷേത്രത്തിൻ്റെ നട്ടെല്ലാണ് കൊടിമരം എന്ന് പറയുന്നത്. നട്ടെല്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെ അകത്തൂടി ശ്രീകോവിലിനകത്തൂടി ഇങ്ങനെ നേർക്കിടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നേരെ മുകളിലേക്ക് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ വിവാദം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമലയിലാണ്. അത് അയ്യപ്പ സംഗമത്തിന് ശേഷമാണ് ശബരിമലയിൽ നിന്ന് പല കഥകളും പുറത്തേക്ക് വരുന്നത്. അയ്യപ്പൻ കൊടുത്ത പണി തന്നെയാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തി പ്രായച്ചിത്തം നടത്തിക്കൊണ്ട് ഹൈന്ദവരെ മുഴുവൻ തൻ്റെ പാട്ടിലാക്കാം എന്ന് കരുതിയ CPM-നും പിണറായി വിജയനും ഇതാ ഇപ്പോൾ ഒന്നുകൂടി അങ്ങ് പിണറായി വിജയനെയും സംഘത്തെയും 18-ാം പടിയുടെ അടുക്കൽ എത്തിക്കുമെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. സ്വർണപ്പാളി, സ്വർണം കിലോ കണക്കിനാണ് അവിടെ നിന്ന് പോകുന്നത്. എല്ലാം ഭഗവാന്റെ പേരിലുള്ളത്. ക്ഷേത്ര ശ്രീകോവിലിന്റെ ആ തിരുമുറ്റത്തായിട്ട് നിൽക്കുന്ന കൊടിമരം, ശബരിമലയിലെ കൊടിമരത്തിന് ഏത് ദേവതയാണോ ഉള്ളത് ആ ദേവതയുടെ വാഹനമായിരിക്കും കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുക. ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിലായിട്ട് നിൽക്കുന്ന കൊടിമരത്തില് മുകളിൽ നിൽക്കുന്നത് അയ്യപ്പന്റെ വാഹനമാണ്. അയ്യപ്പന്റെ വാഹനം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അത് പുലിയായിരിക്കും. അല്ല, അയ്യപ്പൻ പുലിപ്പാലിന് പോയിട്ടേ ഉള്ളൂ, പുലി വാഹനമല്ല. അയ്യപ്പന്റെ വാഹനം കുതിരയാണ്, വാജിയാണ്, വാജി വാഹനനാണ്. ഹരിവരാസനത്തിലും അത് പറയുന്നുണ്ട്, വാജി വാഹനൻ എന്ന് പറയുന്നുണ്ട്. ഈ 10 വർഷത്തിന് മുമ്പ് ശബരിമലയിലെ കൊടിമരത്തിന് അത് മാറ്റി സ്ഥാപിച്ചതാണ്. അതായത് ഏറെക്കാലം നിന്ന് കഴിയുമ്പോൾ അതിനകത്ത് ഒരു ജീർണിക്കും. ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരത്തിന് ഏതാണ്ട് ഒരു ആയുസ് ഒരു 100 വർഷം വരെ കിട്ടുമെന്നുള്ള കണക്കുകൂട്ടലാണ്. അച്ചൻകോവിലെ വനത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. ആ വനത്തിൽ ഏത് ദിശയിലേക്കാണ് ആ വൃക്ഷം നിന്നത് അതേ ദിശയിലേക്ക് തന്നെയാണ് ഇവിടെ സന്നിധാനത്തും സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നിലം തൊടാതെയാണ് പമ്പയിലെത്തിച്ച്, പമ്പയിൽ തൈലാദിവാസമെല്ലാം കഴിഞ്ഞ് ഭക്തരത് മുകളിലെത്തിച്ചത്, സന്നിധാനത്തെത്തിച്ചത്. അപ്പോൾ അതില് ഏറ്റവും മുകളിലായിട്ട് നിന്ന് ആ വാജി വാഹനനെയും ഈ കൊടിമരം മാറ്റി പുതിയത് വെച്ചപ്പോൾ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ വാജി വാഹന വിഗ്രഹവും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. അത് എത്രയോ കിലോ ഉള്ളതാണ്. അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ ദേവസ്വത്തിന് കണക്കില്ലേ എന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. ഇപ്പോൾ പലതിൻ്റെയും ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നിരന്തരമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും പലതും ചെന്നെത്തുന്നതും. ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തെ ഒരു പരികർമ്മിയായിരുന്നു. പരികർമ്മി എന്ന് പറഞ്ഞാൽ ക്ഷേത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മേൽശാന്തിമാരെ സഹായിക്കുന്ന ഒരാൾ. അത് പ്രധാനപ്പെട്ട ശാന്തിക്കാരുടെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കും. എവിടെയും ഒരു പരികർമ്മി ഉണ്ടായിരിക്കും. കാര്യങ്ങളെല്ലാം ചിട്ടപ്പെടുത്തി കൊടുക്കുക, അടുക്കി കൊടുക്കുക, എന്നാലല്ലേ പൂജാ കാര്യങ്ങൾക്കെല്ലാം ഒരുക്കി കൊടുക്കുക. ഈ പരികർമ്മി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പരികർമ്മിക്ക് തിടപ്പള്ളി അകത്ത് കാര്യങ്ങളെല്ലാം നടത്തുന്ന ജോലി അദ്ദേഹത്തിനാണ്. അതായത് ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രീകോവിലിലും പ്രവേശിക്കാം, പൂജ നടത്താൻ പറ്റില്ല. അങ്ങനെ ഈ അവിടെ വരുന്ന വലിയ വലിയ കച്ചവടക്കാരായിട്ടുള്ള വൻ ബിസിനസ്സുകാരായിട്ടുള്ള ഭക്തരുമായിട്ട് ഈ പരികർമ്മിക്ക് ബന്ധം. ശബരിമലയിൽ ഏതെങ്കിലും ഒരു തരത്തില് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പരിചയത്തിൽ കിട്ടിയാൽ ആർക്കും വലിയ സന്തോഷവും ഉടനെ അവരുടെ ഫോൺ നമ്പറും വാങ്ങിച്ചു വെക്കും. ആരായാലും ശരി തന്നെ. കാരണം നമ്മൾ ഇടയ്ക്ക് ദർശനം നടത്തുമ്പോൾ വന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കാതെ ഒരു ഭാഗത്തൂടെ എങ്ങനെയെങ്കിലും ഒന്ന് കയറുക, നെയ്യഭിഷേകത്തിന് വേണ്ടി ക്യൂ നിൽക്കാതെ അതും നടത്തുക, അപ്പോ അരോണയും കിട്ടുക, വഴിപാടെല്ലാം നടത്തുക. ഇതിലെല്ലാം അപ്പുറം ഒരു 2 മിനിറ്റ് ഒന്ന് സുഖമായിട്ട് നിന്ന് ദർശനം നടത്തുക, തടസ്സങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു മിന്നാരം പോലെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് വലിയ കാര്യമല്ലേ?
2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യുഗമാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പരികർമ്മിയായാലും ഏത് ശാന്തിക്കാരനായാലും ഒക്കെ നമ്മളൊരു ദക്ഷിണ കൊടുത്തു പോകും. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വലിയ ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ദക്ഷിണ നമുക്കറിയാമല്ലോ. മലയാളി കൊടുക്കുന്ന ദക്ഷിണ എവിടെ കിടക്കുന്നു? വിദേശങ്ങളിൽ കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന വൻ ബിസിനസ്സുകാർ കൊടുക്കുന്ന ദക്ഷിണ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഈ പരികർമ്മിയോ അല്ലെങ്കിൽ ആ ദേവസ്വത്തിലുള്ള ആരോ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുമായിട്ടുള്ള ബന്ധം ഈ ബിസിനസ്സുകാരൻ സ്ഥാപിച്ചിരിക്കും. അദ്ദേഹം പതിവായി ദർശനം നടത്തുന്ന സമയത്തെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് സുഖമായിട്ട് മലയിറങ്ങി പോരുകയും ചെയ്യും. ഇത് ഒരാളുമായിട്ടല്ല, എത്രയോ പേരുമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടാക്കുന്നത്. ആ ബന്ധം അപ്പോൾ ഒരുപക്ഷെ ആ വലിയ കച്ചവടക്കാരൻ ബിസിനസ്സുകാരന് അയാളുടെ ബിസിനസ്സും ജീവിതത്തിലെ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ഇതെല്ലാം അയ്യപ്പൻ തന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വഴിപാട് കൊടുക്കാനും തയ്യാറാകും. വഴിപാട് ചെയ്യാൻ, ഭഗവാന് വേണ്ടി എന്തെങ്കിലും സമർപ്പിക്കാൻ. ഇപ്പൊ വിജയമല്യ ശ്രീകോവിലിന് സ്വർണം പൊതിഞ്ഞതിന് സ്പോൺസർ ചെയ്തു. പിന്നെ തമിഴ്നാട്ടിലുള്ള മറ്റൊരു ഭക്തന് ഈ 18-ാം പടി സ്വർണം പൊതിഞ്ഞു കൊടുത്തു. അത് വലിയ കാര്യമല്ലേ? 18-ാം പടി സ്വർണം പൊതിയുക എന്നുള്ളത് അത് മുമ്പ് അത് കൃഷ്ണശിലയിലുള്ള ഒരു ഇതാണ്, കല്ലാണ്. അത് മുഴുവൻ അതിന് തേയ്മാനം സംഭവിച്ചപ്പോഴാണ് അത് സ്വർണം പൊതിഞ്ഞത്. മുൻകാലങ്ങളിൽ പടിയിൽ തന്നെയാണ് തേങ്ങ ഉടച്ചിരുന്നത്. അതിന് ഓരോ ഭക്തരും ചെയ്യുന്നത് ആദ്യ തവണ പോവുകയാണെങ്കിൽ 1-ാമത്തെ പടിയിൽ അടിക്കും. അങ്ങനെ 18-ാമത് പോകുന്ന ഭക്തൻ 18-ാമത്തെ പടിയിൽ അടിക്കും. പിന്നെ അത് കഴിഞ്ഞ് എവിടെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് പടിയിൽ വേണമെങ്കിലും ഉടയ്ക്കാം. അങ്ങനെ പടിക്ക് തേയ്മാനം സംഭവിച്ചപ്പോഴാണ് അത് നിർത്തിയിട്ട് 18-ാം പടിയുടെ ഇരുവശങ്ങളിലുമുള്ള വലിയ ചുവരുണ്ട്, അതിൽ തേങ്ങ ഉടച്ച് 18-ാം പടി കയറി പോവുക. പക്ഷെ 18-ാം പടിയിൽ തന്നെ തേങ്ങ ഉടച്ചു പോവുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദർശന സമയം എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറുകൾ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 1 മിനിറ്റിൽ 90 പേരെ വരെ കടത്തിവിടുന്നു എന്നാണ് പോലീസ് സേന അറിയിക്കുന്നത്. 1 മിനിറ്റിൽ 90 പേരെ. അപ്പോൾ അങ്ങനെ ഈ 18-ാം പടിയൊക്കെ സ്വർണം പൊതിഞ്ഞു. ഭക്തൻ എന്ത് വഴിപാടും വലിയ വഴിപാടുകൾ സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഇങ്ങനെ കൈനീട്ടി നിൽക്കുകയാണ്, തന്നോളൂ എന്നുള്ള രീതിയിൽ. അതൊക്കെ അംഗീകരിക്കും, അതിൻ്റെതായ ചില പ്രൊസീജിയറൊക്കെ ചെയ്തിട്ട്. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പല കാര്യങ്ങളുമായിട്ട് കച്ചവടക്കാർ നിരന്തരം ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. കാരണം അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ ഈ പരികർമ്മി കാര്യങ്ങളെല്ലാം കൈപ്പറ്റും എന്നുള്ളത് വ്യക്തം. ദേവസ്വം ബോർഡിൽ പലരും കൈപ്പറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇനി അന്വേഷണത്തിലേക്ക് വരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമല്ല ചോദ്യം ചെയ്യേണ്ടത്, മുൻകാലങ്ങളിലെ മേൽശാന്തിമാരെയും ചോദ്യം ചെയ്യണം. കാരണം മേൽശാന്തിമാരോടൊപ്പം പരികർമ്മി ഈ തീർത്ഥാടന കാലം കഴിയുമ്പോഴും ഒക്കെ അവിടെ തങ്ങാറുണ്ട്. ആ അവസരത്തില് ഇതുണ്ടാകണം. ഇത് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ളവരിൽ നിന്ന് ശബരിമലയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോൾ തീർച്ചയായിട്ടും ഇത് അന്വേഷണം പലയിടങ്ങളിലേക്ക്, മുൻകാലങ്ങളിൽ ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നവരെ പോലും ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനിയും പല കാര്യങ്ങൾ ഇതിനകത്തൂടെ, ഏതായാലും അയ്യപ്പ സംഗമത്തിലൂടെ ചില കാര്യങ്ങൾ ഉണ്ടായി, അത് നല്ലത് തന്നെ.